Good afternoon. Good afternoon, Miss. Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Prayer ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? Good afternoon, teacher. Prayer ആരും പറയാനില്ലെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞോടാ. ഓക്കെ ടീച്ചർ, ഇത് ഞാൻ തന്നെ ഓൺ ക്രിയേറ്റ് ചെയ്തതാണ് നമ്മളുടെ റെക്കോർഡിന് വേണ്ടിയിട്ട്, റെക്കോർഡ് ബുക്കിന് വേണ്ടിയിട്ട്. ഓക്കെ ടീച്ചർ. Good afternoon, everyone. Prayer. Oh God, I am so thankful to you. Oh God, you are so great. I always pray for the good thing. I know you are always with me. You always protect me. Thank you, God. Thanks a lot. Thank you. Thank you. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് പോർഷൻ ഡിസ്കസ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? Yes, teacher. ഒരു സെക്കൻഡ്. നോട്ട് എടുത്തത് മാറിപ്പോയി ടീച്ചർ, ഒരു സെക്കൻഡ്. ടൈപ്പ് ഓഫ് ഡീവിയേഷൻ അത് കഴിഞ്ഞു, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇനി എടുക്കേണ്ടത്. 1 minute. ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ടൈപ്പ് ഓഫ് ഡീവിയേഷനിൽ നമ്മൾ 7 ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 7 ടൈപ്സ് ഓഫ് ഡീവിയേഷൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ആ പോർഷനിലേക്ക് വരാം. എന്തൊക്കെയാണ് ആ 7 ടൈപ്സ് ഓഫ് ഡീവിയേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് സൈക്കിക് ഫാഗ്യൂ, അതേപോലെ സൈക്കിക് ബാരിയർ. തേർഡ് വരുന്നത് അറ്റാച്ച്മെന്റ്. ഫോർത്ത് വരുന്നത് പൊസസീവ്നെസ്. ഫിഫ്ത്ത് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ്, ഫിയർ. അതേപോലെ തന്നെ ലാസ്റ്റ് ലൈസ് ആണ്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. സൈക്കിക് ഫാഗ്യൂ എന്ന് പറയുന്നത്, ഫാഗ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കെട്ടുപൊട്ടിയ പട്ടം പോലെയാണ്, ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും എവിടെയായിരിക്കും, ഒരു ഡ്രീമിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു ഫാന്റസിയിൽ ജീവിക്കാനായിരിക്കും അവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ റിയൽ വേൾഡിനേക്കാളും കൂടുതൽ അവർക്ക് ഇഷ്ടമാവുന്ന എവിടെയാണ്, ഒരു ഫാന്റസി വേൾഡിൽ ജീവിക്കാനായിരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നത്. അതേപോലെ തന്നെ ആ കുട്ടികൾക്ക് ഈ ഫാന്റസി വേൾഡും റിയൽ വേൾഡും തമ്മിൽ വേർതിരിക്കാനായിട്ട് അറിയാൻ പറ്റില്ല, വേർതിരിച്ച് പറയാനായിട്ട് അറിയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്കിക് ഫാഗ്യൂ എന്ന് പറയുന്നത്. ഫാഗ്യൂ കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഫ്രം റൺവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറന്ന് നടക്കുക. എ ഫ്ലൈറ്റ് ഓഫ് ദ മൈൻഡ്, മനസ്സാണ് ഇവിടെ, മനസ്സാണ് എന്ത് ചെയ്യുന്നത്, പറന്ന് നടക്കുന്നത്. When the child mind sees inheritance, the child will take refuge in fantasy world. ഇപ്പൊ എന്തെങ്കിലും തടസ്സമാണ് മനസ്സിന് ഫേസ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും നമ്മളിപ്പോ കളിക്കണ്ട അല്ലെങ്കിൽ പുറത്ത് പോകണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, പേജ് നമ്പർ 115 ആടാം. ഓക്കെ, 115 കേട്ടോ. പെട്ടെന്ന് തന്നെ അവന്റെ ഫാന്റസി വേൾഡിൽ പോകാനും അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പോലെയൊക്കെ അവന്റെ മനസ്സിൽ അവൻ എന്ത് ചെയ്യും, അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കും. എ വേർഡ് ദാറ്റ് ഹി ഫൈൻഡ് മോർ പ്രിഫറബിൾ ദാൻ റിയൽ വേൾഡ്. അവന്റെ റിയൽ വേൾഡിനേക്കാളും കൂടുതൽ അവൻ പ്രിഫർ ചെയ്യുന്നത് ഏതായിരിക്കും, ഈ ഫാന്റസി വേൾഡിലായിരിക്കും. ഫാന്റസി വേൾഡിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും കൂടുതൽ എന്താ പറയാ
അവിടെ അവൻ കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ആയിട്ടായിരിക്കും അവൻ ഇമാജിൻ ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ മനസ്സാണ് ഞാൻ ഈ പറയുന്നത്. ആ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പറന്ന് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ സൈക്കിക് ഫാഗ്യൂ എന്ന് പറയുന്നത്. കുട്ടികള് എന്താ പറയാ ഈ ഫാന്റസി വേൾഡിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവന് റിയൽ വേൾഡിൽ എന്താണോ അവന് ഇൻഹെറിറ്റൻസ് തടസ്സമായി നിൽക്കുന്നത് അത് അവൻ ക്രിയേറ്റ് ചെയ്ത ഫാന്റസി വേൾഡിൽ ഉണ്ടാവില്ല. സോ ഈ കുട്ടികൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് എന്താണ്? മോർ പ്രിഫറബിൾ റിയൽ വേൾഡിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫാന്റസി വേൾഡ് ആണ്. നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് കൂടുതലായിട്ട് ഇടപെടുമ്പോൾ അവരുടെ സംസാരങ്ങളിൽ നിന്ന് അവരോടുള്ള ടോക്കുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു അവർ ഫാന്റസി വേൾഡിലാണോ റിയൽ വേൾഡിലാണോ അവർക്ക് ഡീവിയേഷൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പറയാൻ കാരണം ഇപ്പൊ ഈ കുട്ടി എന്താ പറയാ കൂടുതലായിട്ട് ഫാന്റസി വേർഡ്സുകൾ യൂസ് ചെയ്യാണ്. എന്റെ കൂട്ടുകാരനാണ് ആര് എന്താ പറയാ ഒരു പേര് പറഞ്ഞു എന്ന് വിചാരിക്കുക. ആ ശരിക്കും അങ്ങനെ റിയൽ ആയിട്ടൊരു ഫ്രണ്ട് ഇല്ല. അവൻ ആ ഫ്രണ്ടിനോട് കളിക്കുന്നത് പോലെയും എക്സ്ട്രീം സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ മൈൻഡിൽ നിന്ന് വിട്ടിട്ട് അവൻ റിയൽ ആയിട്ട് അവനോട് സംസാരിക്കുന്ന പോലെയും അവനോട് കളിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എന്നുവെച്ചാല് സാധാരണ ആ ഒരു വ്യക്തി ഇല്ല അവിടെ, പക്ഷെ അവനത് സങ്കല്പിക്കുകയാണ്. അവന്റെ കൂടെ ആ ഒരു വ്യക്തി ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ അവൻ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പൊ അത് എന്താണ് ഒരു സൈക്കിക് ഫാഗ്യൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ ഡീവിയേഷൻ ഉണ്ടോ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണം. ടു പോയിന്റ് ഈസ് ടു ബി നോൺ ഇഫ് ദിസ് ഈസ് എ ഡീവിയേഷൻ. ഇപ്പൊ സാധാരണ കുട്ടികൾ കളിക്കുമ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ വിചാരിച്ച് കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഡീവിയേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവൻ എല്ലാ കാര്യത്തിനും ഇപ്പോ ഒരു കളിപ്പാട്ടാവട്ടെ അവന്റെ കൂടെ ഒരു ടോയ് ആണെന്ന് വിചാരിക്കും, പക്ഷെ അത് റിയൽ ആണെന്നുള്ള ഒരു രീതിയിൽ തന്നെ അവൻ അതിനെ ട്രീറ്റ് ചെയ്യാണ്. അത് ഭയങ്കരമായിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അവൻ എന്തോ ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ടു പോയിന്റ്സ് ടു ബി നോൺ ഇഫ് ദിസ് ഡീവിയേഷൻ ഇസ് എ ഡീവിയേഷൻ. ഇത് ഡീവിയേഷൻ ആണെന്ന് അറിയാൻ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഇഫ് ചൈൽഡ് കനോട്ട് ടെൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാന്റസി ആൻഡ് റിയാലിറ്റി. റിയാലിറ്റിയും ഫാന്റസിയും തമ്മിൽ ഡിഫറൻസ് അവനെ നമ്മളോട് പറയാനായിട്ട് പറ്റുന്നില്ല. ഇത് ഫാന്റസി ആണ്, ഇത് റിയാലിറ്റി ആണെന്ന് അവനെ ഡിഫറൻസ് ചെയ്ത് പറയാനായിട്ട് പറ്റുന്നില്ല. ഇഫ് ദ ചൈൽഡ് യൂസ് ദ വേർഡ് ഓഫ് ഫാന്റസി ആസ് ദ മീൻസ് ഓഫ് എസ്കേപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ഗെയിം. ഗെയിമിനൊക്കെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറയുമ്പോ ഞാൻ കുഞ്ഞൂട്ടന്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കല്ലേ, കുഞ്ഞൂട്ടന്റെ ഒപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കല്ലേ, അങ്ങനെ പറയാമെന്ന് വിചാരിക്കും. ജസ്റ്റ് ഒരാളുടെ പേര് പറഞ്ഞതാണ് ഫ്രണ്ട്. ആ കുട്ടി ഇമാജിൻ ചെയ്തൊരു ഫ്രണ്ടിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫാന്റസി വേൾഡില്. ആ ഫ്രണ്ടിന്റെ പേര് ഞാൻ പറഞ്ഞത് കുഞ്ഞൂട്ടെന്നാ. അപ്പൊ കുട്ടിനോട് പറയാണ് നമുക്ക് കുറച്ചേരം കളിക്കുക എന്ന് പറയുമ്പോ ഇല്ല, ഞാൻ നിങ്ങളുടെ ഒപ്പം കളിക്കാൻ വന്നു കഴിഞ്ഞാല് കുഞ്ഞൂട്ടന്റെ ഒപ്പം ആര് കളിക്കും, കുഞ്ഞൂട്ടിന് വിഷമാവൂലേ, അതുകൊണ്ട് ഞാൻ കുഞ്ഞൂട്ടിന്റെ ഒപ്പം മാത്രമേ കളിക്കുള്ളൂ. സോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും, ഓ അവൻ ഡീവിയേഷന്റെ വക്കിലാണ്, അവനെ ഡീവിയേഷൻ കൊണ്ട് നമ്മൾ മാറ്റിയെടുക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ച് എന്നുവെച്ചാൽ നമ്മൾ കൂടുതൽ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവൻ ആ ഡീവിയേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ടു റിസോൾവ് ദിസ് ടീച്ചർ വിൽ സെൻറ്റർ ഓൺ വാട്ട് ടു ഡു അറ്റ് ഹോം. നമുക്ക് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ സ്കൂളിൽ വരുമ്പോൾ കുട്ടീനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും, ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ഡീവിയേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ആ ഡീവിയേഷൻ മാറ്റിയെടുക്കാൻ സ്കൂളിൽ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഹോമിൽ ചെല്ലുമ്പോൾ അവർ വീണ്ടും ആ ഒരു ഫാന്റസി വേൾഡിലേക്ക് തന്നെ പോകാനുള്ള ചാൻസ് കൂടുതൽ. കാരണം ഹോമിൽ കൂടുതൽ അവര് ചിലപ്പോ ഈ സൈക്കിക് ഫാഗ്യൂ ഒക്കെ വരാൻ കാരണം പാരന്റ്സിന്റെ അശ്രദ്ധയാണ് മെയിൻ ആയിട്ടുള്ള കാരണം. പാരന്റ്സ് അവരെ അറ്റൻഷൻ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുട്ടികൾ കൂടുതലായിട്ട് ഈ ഫാന്റസി വേൾഡിൽ എന്ത് ചെയ്യാനായിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല. എത്ര വർക്ക് ചെയ്ത് എത്ര എഫേർട്ടുള്ള വർക്ക് ചെയ്താലും പാരന്റ്സ് എന്ത് ചെയ്യുന്നില്ല, അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർ ഫാന്റസി വേൾഡിൽ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ അവർ ഹോമില് ഒറ്റയ്ക്കാവുന്ന സമയത്ത് വീണ്ടും ഈ ഫാന്റസി വേൾഡിനെ കുറിച്ച് അവർക്ക് മൈൻഡിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, റെക്കമെൻഡ് ചെയ്യണം, എന്ത് ആക്ടിവിറ്റീസ് പറയണം. കുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, റെക്കമെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആക്ടിവിറ്റീസ് തരാറില്ലേ? ലാസ്റ്റ് തന്ന ആക്ടിവിറ്റി എന്താ? ലാസ്റ്റ് തന്നത് പിങ്ക് ടവർ, അതിന് മുമ്പിലെ ഫ്രെയിം വർക്ക്. ഓക്കെ ഓക്കെ,
അപ്പൊ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്കും ഇതേപോലെ ഡീവിയേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അല്ല ആക്ടിവിറ്റീസ് തരുന്നത് നമ്മളെ എൻഗേജ് ചെയ്തിരിക്കാനായിട്ട്. ചില കുട്ടികൾ വീട്ടിലാവുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല. സോ അവർ ഫാന്റസി വേൾഡിലേക്ക് തിരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഓരോ ടീച്ചേഴ്സും എന്ത് ചെയ്യണം, അവർ വീട്ടിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആ ചെയ്യേണ്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞു നോക്കുക. ഇനി ആക്ടിവിറ്റി വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കണോട്ടാ എന്ന് പറയാം. ഇനി സൈക്കിക് ബാരിയർ ആണ്. ഇത് സൈക്കിക് ഫാക്ടറിന്റെ വേറൊരു ടൈപ്പാണ് എന്ത് സൈക്കിക് ബാരിയർ എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും കുട്ടി റിയൽ വേൾഡും ഫാന്റസി വേൾഡും തമ്മിലൊരു മതിൽ, ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാല് this is when a child erects a barrier between him and the world. അവനും അവന്റെ വേൾഡ് ആയിട്ട് ഒരു ബാരിയർ എന്ത് ചെയ്യുന്നുണ്ട്, എറക്ട് ചെയ്യുന്നുണ്ട്. The child feels so disappointment in the way he has been treated. അവന് റിയൽ വേൾഡിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അത് അവന് ഇഷ്ടാവാണ്ടാകുമ്പോഴാണ് ഈ ബാരിയർ അവൻ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. The child goes from a fantasy world to the rejection of the real world. അപ്പൊ ഈ റിയൽ വേൾഡിൽ നിന്ന് കിട്ടുന്ന റിജക്ഷൻസ് കാരണം അവൻ എപ്പോഴും എസ്കേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫാന്റസി വേൾഡിലേക്കാണ്. And the place obstates against this environment. നമ്മളുടെ ഒരു എൻവയോൺമെന്റിന് അപ്പുറമായിരിക്കും അവർ പോകുന്നത്. ചില അവർക്ക് ഒരുപാട് ഇമാജിൻ ചെയ്ത് മൈൻഡാണ്, മനസ്സാണ് ആ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യും. അവനൊരു റിയൽ വേൾഡ് ആയിട്ട് ഒരു ബാരിയർ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇഫ് ഹി ഡസ് നോട്ട് ഗെറ്റ് ഹെൽപ്പ് അറ്റ് റൈറ്റ് ടൈം, കറക്റ്റ് ടൈമിൽ ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ അത് കുട്ടിയുടെ പേഴ്സണാലിറ്റി മേ ബി റിട്രെയിൻഡ്, മന്ദഗതിയിലാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ടൈമിൽ ആ ഡീവിയേഷൻ അനലൈസ് ചെയ്യുകയും വേണം, അതെന്ത് ചെയ്യണം, അതെന്താന്ന് വെച്ചാൽ പരിഹരിക്കുകയും വേണം. സോ ഈ സൈക്കിക് ബാരിയർ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ സിംഗിൾ കെയറിംഗ് പാരന്റ് ഉള്ള അല്ലെങ്കിൽ സിംഗിൾ പാരന്റ്സ് എന്ന് വെച്ചാൽ അമ്മ മാത്രം നോക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അച്ഛൻ മാത്രം നോക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പൊ പാരന്റ്സോ പുറത്തുള്ളത്, അച്ഛനും അമ്മയും കൂടെ ഇല്ല, ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പം നിൽക്കുന്നത്. സോ ഈ കുട്ടികളിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു സൈക്കിക് ബാരിയർ എന്ന് പറയുന്ന പ്രശ്നം നമ്മൾ കണ്ടുവരുന്നത്. ഈ സൈക്കിക് ബാരിയർ എന്ന് പറഞ്ഞാൽ അവർക്ക് റിയൽ വേൾഡിൽ കിട്ടുന്ന ഡിസപ്പോയിന്റ്മെന്റ്സ് കാരണം അവർ അവരുടേതായ ഒരു ഇമാജിനേറ്റീവ് വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ അവർക്ക് ഒരു കാരണവശാലും അവരുടെ റിയൽ വേൾഡിനോട് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. സോ അവർക്ക് എപ്പോഴും ആ ഫാന്റസി വേൾഡിൽ ഒരുപാട് തിങ്ക് ചെയ്ത് ആ ഒരു ഫാന്റസി വേൾഡിൽ തന്നെ നിൽക്കണം, സ്റ്റേ ചെയ്യണം എന്നാണ് അവർക്ക് ആഗ്രഹം. കറക്റ്റ് ടൈമിൽ അവർക്ക് ആ ഒരു ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി മേ ബി റിട്രെയിൻ, വെച്ചാൽ പേഴ്സണാലിറ്റി എന്താവാനുള്ള ചാൻസ് ഉണ്ട്, മന്ദഗതിയിലാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻസ്, മെയിൻ ആയിട്ടുള്ള ഡീവിയേഷനിൽ രണ്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് സൈക്കിക് ഫ്ലാഗ്യൂ എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. ഇവിടെ മനസ്സ് ഒരു എന്താ പറയാ നൂല് പൊട്ടിയ പട്ടം പോലെ എന്ന് പറയില്ലേ, അതേപോലെ ഒരു അവസ്ഥയിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. അവർക്ക് റിയൽ വേൾഡും ഫാന്റസി വേൾഡും തമ്മിലുള്ള റിയാലിറ്റി അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവരിപ്പോ ഗെയിം കളിക്കാനൊക്കെ ഉള്ളതിന് എസ്കേപ്പ് ആയിട്ട് അവരെപ്പോഴും ഫാന്റസി വേൾഡിലേക്ക് പോവാം, അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു തിങ്കിങ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഇത് മനസ്സിലാക്കി കുട്ടി സൈക്കിക് ഫാഗ്യൂലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ നമ്മൾ ടീച്ചേഴ്സ് ആണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ത്രൂ വർക്കിങ്ങിലൂടെ നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരെ വർക്ക് ചെയ്യിക്കുന്നതിലൂടെയാണ് അവരെന്ത് ചെയ്യേണ്ടത്, നോർമലൈസ്ഡ് ആക്കേണ്ടത്. സോ നോർമലൈസ്ഡ് ആക്കുമ്പോൾ കുട്ടി വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസും കൂടി നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ഇന്ന ആക്ടിവിറ്റീസ് നമ്മൾ വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ എന്ന്. ഓക്കെ, അടുത്തതാണ് സൈക്കിക് ബാരിയർ എന്ന് വെച്ചാല് ഈ ഒരു സ്റ്റേജിൽ കുട്ടി റിയൽ വേൾഡും ആൻഡ് ഫാന്റസി വേൾഡും തമ്മിലൊരു തടസ്സം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവന് ശരിക്കും പറഞ്ഞാൽ റിയൽ വേൾഡിൽ കിട്ടുന്ന ഡിസപ്പോയിന്റ്സ് മൂലമാണ് അവൻ ഈ ഫാന്റസി വേൾഡിലേക്ക് പോകുന്നത്. അപ്പൊ ഫാന്റസി വേൾഡിൽ അവന് ഇഷ്ടപ്പെടുന്ന പാരന്റ്സ് ആയിരിക്കും, അങ്ങനെ ആ ഒരു മൈൻഡ് ആയിരിക്കും അവനോട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കരമായിട്ട് കെയറിംഗ് ആയിട്ടുള്ള പാരന്റ്സ്, അവൻ എന്ത് ചോദിച്ചാലും അത് നടത്തി കൊടുക്കുന്ന പാരന്റ്സിനൊക്കെ ആയിരിക്കും അവിടെ അവനുള്ളത്. കറക്റ്റായിട്ട് സമയത്ത് ഈ ഡീവിയേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കുട്ടിയുടെ പേഴ്സണാലിറ്റി തന്നെ റിട്ടേൺഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്, ടൈപ്പ് ഓഫ് ഡീവിയേഷൻ തന്നെയാണ് എന്ത്, അറ്റാച്ച്മെന്റ്. നമ്മള് ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികളോട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ആർക്ക് കാണിക്കും? പറഞ്ഞെല്ലാവരും ആർക്കായിരിക്കും? അമ്മയോടായിരിക്കും. അതെ,
അമ്മയോടായിരിക്കും കൂടുതലായിട്ട് അറ്റാച്ച്മെന്റ്. സോ ഈ അറ്റാച്ച്മെന്റ് കൂടുതൽ വന്നാൽ ഒരു പ്രശ്നമുണ്ട്. അറ്റാച്ച്മെന്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അമ്മമാർ എന്ത് ചെയ്യും, ഒരു ആക്ടിവിറ്റി പോലും കുട്ടികളെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യിപ്പിക്കില്ല, അവരെ കൊണ്ടൊരു ചെറിയൊരു കാര്യം പോലും ചെയ്യിപ്പിക്കില്ല. അപ്പൊ നമ്മൾ ഓവർ അറ്റാച്ച്മെന്റ് ആവാനായിട്ട് പാടില്ല. ഓവർ അറ്റാച്ച്മെന്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണെന്നാണ് മോണ്ടിസോറി പറയുന്നത്. കുട്ടികളിൽ കണ്ടുവരുന്ന ഓവർ അറ്റാച്ച്മെന്റ് ഒരു കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് മനസ്സിലായി കുട്ടി ഭയങ്കരമായിട്ട് ഓവർ അറ്റാച്ച്മെന്റ് ആണ് എന്ന് മനസ്സിലായി. അപ്പൊ അവന് സാധാരണ സ്വന്തമായിട്ട് ബട്ടൺസ് പോലും ഇടാനായിട്ട് അറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടീച്ചേഴ്സ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടി അമ്മനോട് ഒത്തിരി ഓവർ അറ്റാച്ച്ഡ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോരുത്തരും പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് നമ്മള് മോണ്ടിസോറി മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ ഏരിയ പഠിപ്പിക്കുമ്പോൾ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയും. അപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കുട്ടികളെ കൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഷൂ ലൈസ് പോലും കെട്ടാൻ അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഫ്രെയിം വെച്ചിട്ട് അവനെ കൊണ്ട് അത് ഫ്രെയിം ചെയ്യിപ്പിക്കും. സോ ഫ്രെയിം വെച്ച് അവനെ കൊണ്ട് ആദ്യം അത് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവന്റെ അമ്മ പറയാണ് ഞാൻ ഷൂ ലൈസ് കെട്ടിത്തരാൻ മോനെന്ന് പറയുമ്പോ അവൻ പറയും എനിക്കറിയാം അമ്മ ഷൂ ലൈസ് കെട്ടാനായിട്ട് ഞാൻ പഠിച്ചു എന്ന് പറയും. അല്ലെങ്കിൽ ബട്ടൺസ് ഇട്ട് തരാന്ന് പറയുമ്പോ നോ മാം ഞാൻ ബട്ടൺസ് ഇട്ടോളാം എനിക്കറിയാമോ എന്ന് പറഞ്ഞിട്ട് ആ ബട്ടൺസ് ഇടും. എല്ലാ കാര്യങ്ങളും കുട്ടികൾ തനിയെ ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോ അഫെക്ഷനും നാച്ചുറൽ ലവും ഒക്കെ നല്ലതാണ്. നോക്കാം നമുക്ക് എന്താ അറ്റാച്ച്മെന്റ്. If does not refers to natural love and affection, ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ലവോ അല്ലെങ്കിൽ അഫെക്ഷനോ അല്ല between the children and the parent, but refers to situation where the parent, normally the mother, ആരാണ്, അമ്മമാരാണ്, make the child become dependent on them. കുട്ടീനെ കൂടുതലായിട്ട് നമ്മളായിട്ട് ഡിപ്പെൻഡ് ചെയ്യിക്കും. ഒരു കാര്യം പോലും കുട്ടീനെ കൊണ്ട് ചെയ്യിക്കില്ല. These children are very docile because they cannot resist the strong influence of adult. ഈ കുട്ടികൾ ഭയങ്കര അനുസരണയുള്ള കുട്ടികളായിരിക്കും. കാണുമ്പോൾ തന്നെ മുതിർന്നവർ പറയുന്നതിൽ ഒരു വേർഡ്, ഒരു സെന്റൻസ് ഒരു മാറ്റം സംഭവിക്കില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന കറക്റ്റ് ആയിട്ട് നല്ല അനുസരണയോട് ഫോളോ ചെയ്യും. അഡൽട്ടിന്റെ, മുതിർന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ പാരന്റിന്റെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഈ കുട്ടികളിൽ കാണാൻ പറ്റും. The mother will not allow to be independent and overshadow these children. കുട്ടികളെ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് അലൗ ചെയ്യില്ല, എപ്പോഴും ഓവർ ഷാഡോ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിക്കും ഈ ചൈൽഡ്ഹുഡിൽ ഇത് അത്ര വലിയ പ്രശ്നമൊന്നും ആവില്ല. പക്ഷേ ഈ കുട്ടി വലുതായി മുതിർന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് ആൺകുട്ടിയാണെന്ന് വിചാരിക്കും, കൂടുതലായിട്ട് ആൺകുട്ടികളാണല്ലോ ഒരു കാര്യവും ചെയ്യിപ്പിക്കാത്ത നമുക്കറിയാം. ആൺപിള്ളേരെ കൊണ്ടാണ് അമ്മമാർ ഒരു കാര്യവും ചെയ്യിപ്പിക്കാതെ. പിന്നെയും പെൺപിള്ളേരെ കൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട്, നമ്മളെ കൊണ്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ ആൺകുട്ടികളെ കൊണ്ട് ഒരു ആക്ടിവിറ്റീസും ചെയ്യിപ്പിക്കൂല. ഭക്ഷണം കഴിച്ച പാത്രം പോലും എവിടെ വാഷ് ബേസിനിലേക്ക് എടുത്തു വെപ്പിക്കൂല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എല്ലാ കാര്യത്തിലും ഓവർ ഷാഡോ ചെയ്യുമ്പോ, ഇപ്പോ വിവാഹം കഴിഞ്ഞിട്ട് മാരേജ് കഴിഞ്ഞിട്ടും മകന്റെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയാണ് കൺട്രോൾ ചെയ്യുമ്പോ അത് ഫാമിലി ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മള് ഡിവോഴ്സുകൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ കാര്യത്തിലും അമ്മയുടെ പെർമിഷൻ വേണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അമ്മയിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചാലേ ആ ചെക്കൻ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഡിവോഴ്സ് ആയി എന്നൊക്കെ നമ്മൾ ഒരുപാട് ഡിവോഴ്സുകൾക്ക് നമ്മൾ കേട്ടിട്ടുള്ള ഒരു റീസൺ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുട്ടികൾ അമ്മമാര് ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തോന്നുന്നു അമ്മമാര് തന്നെ ആയിരിക്കും. ചെറുപ്പത്തിലേ തന്നെ അവരവരെ കൊണ്ട് അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യിപ്പിക്കണം. നമ്മൾ പേടിക്കൂലേ, അയ്യോ അത് അവർ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോകില്ലേ എന്നൊക്കെ. പക്ഷെ നമ്മൾ ഓരോ ചെറിയ ആക്ടിവിറ്റീസ് നമ്മളുടെ സൂപ്പർവിഷനോട് കൂടി കുട്ടികളെ കൊണ്ട് പുതിയ പുതിയ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണം. എന്ന് വെച്ചാൽ അവർ ചെയ്തോളും. നമുക്ക് ടൈമുണ്ട്, സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ടൈമുണ്ട്, നമുക്ക് ശ്രദ്ധിക്കാൻ സമയമുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിക്കാം, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം. ഇപ്പം ഇന്ന് മോള് 1 വയസ്സായ സമയത്ത് കുപ്പി ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുമായിരുന്നു. എന്നുവെച്ചാല് ഞാൻ മോക്ക് കുപ്പി ഗ്ലാസ്സിൽ വെള്ളം എടുത്തൊരു പ്രാവശ്യം കൊടുത്തു. അപ്പൊ അവിടുത്തെ അമ്മ, ഹസ്ബൻഡിന്റെ അമ്മ പറഞ്ഞു, അയ്യോ മോൾക്ക് കുപ്പി ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കല്ലേ, ഗ്ലാസ് പൊട്ടിപ്പോകൂലേ. ചിലപ്പോ അറിയാം എനിക്ക് അത് സേഫ്റ്റിയുടെ പ്രശ്നം കൊണ്ടാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും 4 വർഷമായിട്ട് ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യാണ്, കുപ്പി ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം കൊടുക്കുന്നത്. അവള് അന്ന് ആ കുപ്പി ഗ്ലാസ് നല്ല സൂക്ഷിച്ചു പിടിച്ചോളണോട്ടാണ് അല്ലെങ്കിൽ സൂക്ഷിച്ചു പിടിക്കണോട്ടാ പറഞ്ഞ കാര്യം
ഇപ്പോഴും അവൾ വെള്ളം കുടിക്കുമ്പോൾ അത്രയും ശ്രദ്ധയോട് കൂടി അത്രയും കെയർഫുൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെള്ളം കുടിക്കുന്നത്. അപ്പൊ കുപ്പി ഗ്ലാസ് അങ്ങനെ ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ എനിക്ക് ഇളയതുണ്ട്, ഇളയ കുട്ടി 2 വയസ്സാവുന്നുണ്ടാ, 2 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അവൻ ഇപ്പൊ ഒരു ഗ്ലാസ് എവിടെയെങ്കിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ എവിടെയെങ്കിലും ആരെങ്കിലും വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് എനിക്ക് കൊണ്ടുതരും. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെരി ഗുഡ്, നല്ല കുട്ടിയാണ് ട്ടാ എന്ന് പറയും. ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മൾ കുട്ടികളെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യിക്കണം. പക്ഷെ എല്ലായിടത്തും അത് പോസിബിൾ ആവണമെന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മുടെ ക്ലാസ്സിലേക്ക് പറഞ്ഞ ആ കുട്ടി ഭയങ്കര ഡിപ്പെൻഡന്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ടീച്ചർ എന്ത് ചെയ്യണം, the teacher substitute their personality for the children's individual personality. The child calls for attention. നമ്മൾ ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനായിട്ട് പാടില്ല. കുട്ടി എല്ലാ കാര്യവും ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത്, ഭക്ഷണം വാരി കൊടുക്കുന്ന അമ്മയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ അവൻ ഡിമാൻഡ് ചെയ്യും നമ്മളോട് വാരി കഴിക്കാനായിട്ട്. 2 ദിവസം വാശി പിടിക്കും, 3-ാമത്തെ ദിവസം വിശപ്പ് വരുമ്പോ അവൻ തന്നെ ആ ഭക്ഷണം എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് കഴിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യവും നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണ്ട. അവരെ കൊണ്ട് ഇൻഡിവിജ്വലി ഓരോ ആക്ടിവിറ്റീസും എന്ത് ചെയ്യാൻ ചെയ്യിപ്പിച്ചു തുടങ്ങാം. സോ അവന്റെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി നമുക്ക് അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ടീച്ചേഴ്സ് ഷുഡ് ഗ്രാൻഡ് ഫ്രീഡം ഫോർ ദീസ് കൈൻഡ്സ് ഓഫ് ചൈൽഡ്. അപ്പോ ഒരുപാട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ഫുൾ ഫ്രീഡം, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ടീച്ചേഴ്സ് ഷുഡ് നോട്ട് സെർവ് ദ ചിൽഡ്രൻ. നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യേണ്ട, ആ കുട്ടികളെ സെർവ് ചെയ്യേണ്ട, കാരണം അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ട. കാരണം അവരെ കൊണ്ട് ഇൻഡിവിജ്വലി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാനായിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം. Give the children all the freedom they require. നമ്മൾ അവർക്ക് വേണ്ട ഫ്രീഡം ഫുൾ ആയിട്ട് കൊടുക്കുക. ഇനിഷ്യലി പ്രൊവൈഡ് മോർ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി ഫോർ ദിസ് ചിൽഡ്രൻ. ആദ്യം ഈ കുട്ടികൾ വരുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. സോ എങ്ങനെയാണ് ക്ലാസ്സിൽ വെള്ളം ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ മാറ്റ് റോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ബട്ടൺസ് എങ്ങനെയാണ് ഇടുന്നത്, ഷൂലേസ് എങ്ങനെയാണ് കെട്ടേണ്ടത്, സിബ് എങ്ങനെ ഇടണം, ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസിൽ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. അങ്ങനെ ചെയ്യിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർക്ക് റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലായി ഈ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെയല്ലേ ഞാൻ എവിടെ ചെയ്തത്, ക്ലാസ് റൂമിൽ ചെയ്തതോ, അത് തമ്മിൽ ഡിഫറൻസ് അവർക്ക് തോന്നില്ല. സോ അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രാക്ടിക്കൽ ലൈഫിലും, ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കൽ ലൈഫിലും അത് എന്ത് ചെയ്യാൻ തുടങ്ങും, പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു ഓവർ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള കുട്ടി ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യുകയും ആ അറ്റാച്ച്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെ കൊണ്ട് ഇൻഡിവിജ്വലി നല്ല ഫ്രീഡം കൊടുത്ത് ഓരോ ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം. കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് പ്രാക്ടിക്കൽ, ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ, ഓവറായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് അവരെ കൊണ്ട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യിപ്പിക്കുന്നത്. ഈ 3 ടൈപ്പ് ഓഫ് ഡീവിയേഷൻസ് ഒന്ന് വായിച്ചേ.
റീഡ് ചെയ്ത് നോക്കിയാ? Yes. ഓക്കെ, 3 ഡീവിയേഷൻസ് നമ്മൾ പറഞ്ഞു. ഈ 3 ഡീവിയേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. കുഴപ്പമില്ല. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്, പൊസസീവ്നെസ്. എന്താണ് ഡീവിയേഷന്റെ പേര്? പൊസസീവ്നെസ്. ഓക്കെ, ചില കുട്ടികൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഡിമാൻഡ് ചെയ്യും, ഭയങ്കര വാശിക്കാരായിരിക്കും. അവരെന്തെങ്കിലും ആഗ്രഹിച്ച്, നമ്മൾ കേട്ടിട്ടുള്ള ഡയലോഗാണ്, എന്താഗ്രഹിച്ചാലും അവനത് വാശി പിടിച്ചത് നേടിയെടുക്കും. കേട്ടിട്ടുണ്ടോ ഈ ഡയലോഗ്? മിക്കപ്പോഴും ചില കുട്ടികളെ കുറിച്ച് അവരുടെ പാരന്റ്സ് നമ്മളോട് പറയുന്നത്, ടീച്ചേഴ്സിനോട് പറയാറുള്ള ഒരു കാര്യം, അവൻ എന്താഗ്രഹിച്ചാലും അത് ഏത് വഴി ഏത് മുഖേനയും നേടിയെടുക്കും. ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട്, ഇല്ലേ? ശരിക്കും പറഞ്ഞാല് ഒരു കുട്ടിയില് ഈ ഒരു ശീലം മുതിർന്നവരിൽ നമ്മൾ കാണുന്ന ഈ വാശി അല്ലെങ്കിൽ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ഈ ഒരു കാര്യം ചെറുപ്പത്തിലെയാണ് അവര് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ കുട്ടികളിൽ തന്നെ ഈ ഡിമാൻഡിങ് അല്ലെങ്കിൽ വാശി ഉണ്ട്. എന്തെങ്കിലും തിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ്, എന്തെങ്കിലും ടോയ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വാശി എടുക്കും. അതേപോലെ തന്നെ എനിക്ക് കിട്ടാത്തൊന്നും മറ്റാർക്കും വേണ്ട എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നിട്ട് നശിപ്പിച്ചൊക്കെ കളയും. ഇങ്ങനത്തെ കുട്ടികളെയാണ് നമ്മൾ പൊസസീവ്നെസ് അല്ലെ പൊസസീവ് ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിലേക്ക് ഒന്നുകൂടി മൂവ് ചെയ്യാം. എ സ്ട്രോങ് ചൈൽഡ് ഇൻ ഈസ് വെരി ഡിമാൻഡിങ്. ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും, ഭയങ്കര വാശിയായിരിക്കും. The child demands all the object toys, but when they get them, he discard them. എന്നുവെച്ചാല് എന്തെങ്കിലും ടോയ്സിനോ ഒബ്ജക്ട്സിനോ വേണ്ടിയിട്ട് കുട്ടികൾ വാശി പിടിക്കും. ഇനി അങ്ങനെ വാശി പിടിച്ച് അത് വാങ്ങിച്ച് കിട്ടിക്കഴിഞ്ഞാലും അത് അവൻ ഉപേക്ഷിച്ച് പോവാണ് ചെയ്യാറ്. നമ്മുടെ കുട്ടികളെ തന്നെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയും, ചില കളിപ്പാട്ടങ്ങൾ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും, ഇല്ലേ? ഭയങ്കരമായിട്ട് വാശി പിടിച്ചത് വാങ്ങിക്കും. പിന്നെ അവരത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റുകൾ പോകുമ്പോൾ അതെവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് വേറൊരു മെറ്റീരിയലിന്റെ പുറകെ പോകും. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദിസ് ഈസ് വൺ ഓഫ് ദ ലാക്ക് ഓഫ് സ്റ്റിമുലേ ഓർ ലവ്. ആ കുട്ടിക്ക് ലവും അതേപോലെ തന്നെ സ്റ്റിമുലേസും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം സംഭവിക്കുന്നത്. When the child become an adult, he is probably materialized. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി വലുതായ ഒരു വ്യക്തിയാകുമ്പോൾ ഇതേ സ്വഭാവമായിരിക്കും കാഴ്ചവെക്കുന്നത്, മെറ്റീരിയലിസ്റ്റിക് ആവും. അങ്ങനെ ഭയങ്കര വാശിക്കാരൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? എന്ത് മുഖേനയും ഒരു ജോലിയുടെ പൊസിഷൻ ഞാൻ നിലനിർത്തും, അതെന്റെ വാശിയാണ്. ഏതൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും.
അതേപോലെ ഒരു പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എന്ത് വന്നിട്ടായാലും ആ കുട്ടീനെ തന്നെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചെയ്ത ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റും. സോ ഇത് ചെറുപ്പത്തിലെയാണ് ഈ ഒരു ഡീവിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് എക്സ്ട്രീം കേസിലേക്ക് എത്തുന്നത് അഡൾട്ട് ആകുമ്പോഴാണ്, മുതിർന്നു കഴിയുമ്പോഴാണ് ഇത് എക്സ്ട്രീം കേസിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ ഒരു പൊസസീവ് ചൈൽഡിൽ നിന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ എന്താ ചെയ്യേണ്ടത്? ദ ടീച്ചർ മസ്റ്റ് ബി ലവിങ് ആൻഡ് കെയറിങ്. ആ കുട്ടിനെ സ്പെഷ്യൽ ആയിട്ട് ശ്രദ്ധിക്കുകയും അവനെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും വേണം. ഷീ മസ്റ്റ് പ്രൊവൈഡ് വാംത്ത് ആൻഡ് റാഡിക്കേറ്റ് ഹെർ ലവ് ടു ഓൾ ചിൽഡ്രൻസ്. ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യണം. അതേപോലെ തന്നെ സ്നേഹത്തോടു കൂടി ആയിരിക്കണം എല്ലാ കുട്ടികളോടും ടീച്ചേഴ്സ് എന്ത് ചെയ്യാനായിട്ട്, പെരുമാറാനായിട്ട്. The teacher must direct the child energy. ഈ കുട്ടികൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഭയങ്കര സ്ട്രോങ് എനർജി ആയിരിക്കും. അപ്പൊ ഈ ഭയങ്കര എന്താ പറയുക ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡ് ഉണ്ടല്ലോ, അതേപോലത്തെ കുട്ടികളായിരിക്കും ഈ പോസിറ്റീവ് ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ആ എനർജി എന്തിലേക്ക് ടുവേഴ്സ് ആക്കണം? മെറ്റീരിയൽസ്, അവർ ആ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവരെ കൊണ്ട് ആ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടീനെ നമുക്ക് നോർമലൈസ്ഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. When the child start working with the materials, ഈ കുട്ടി മെറ്റീരിയൽസ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോ ഹിസ് കോൺസെൻട്രേഷൻ എൻഹാൻസ്ഡ്. അങ്ങനെ വരുമ്പോ കുട്ടിയുടെ കോൺസെൻട്രേഷൻ കൂടും. ഗ്രാജുവലി ദിസ് ബിൽഡ് ദ ചൈൽഡ് സെൽഫ് കോൺഫിഡൻസ്. അങ്ങനെ വരുമ്പോ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും. ആൻഡ് ഇൻ ദ ടൈം ദിസ് ഡീവിയേഷൻ വിൽ ഡിസപ്പിയർ. കുറച്ച് നാൾ കഴിയുമ്പോ ടൈം ആവുമ്പോ ഈ ഡീവിയേഷൻ എന്ത് ചെയ്യും? ആ കുട്ടിയിൽ നിന്ന് മാറും. നമ്മൾ പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ് പൊസസീവ്നെസ്. പൊസസീവ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹമൊക്കെ കിട്ടാതെ വളരുന്ന കുട്ടികളിലാണ് കണ്ടുവരുന്നത്. പിന്നെ അവർക്ക് ഭയങ്കര ഡിമാൻഡിങ് ക്യാരക്ടർ ആയിരിക്കും. എന്ത് വാശി പിടിച്ച് കരഞ്ഞ് കാര്യം സാധിക്കാൻ അവർക്ക് ഭയങ്കര ഒരു മിടുക്കായിരിക്കും. അവർക്ക് ആ ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അതിനോട് പിന്നെ വലിയ ഡിമാൻഡ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? ടീച്ചേഴ്സ് എല്ലാ കുട്ടികളോടും സ്നേഹത്തോടെ ഇഷ്ടത്തോടെ കെയറിങ്ങോട് കൂടി തന്നെയാണ് പെരുമാറുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ ടീച്ചർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യിക്കുന്നതിലൂടെ എന്ത് പവർ അവർക്ക് കിട്ടും? കോൺസെൻട്രേഷൻ എൻഹാൻസ് ചെയ്യും. ഗ്രാജുവലി ആ കുട്ടിക്ക് ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനും ഒറ്റയ്ക്ക് നേടിയെടുക്കാനും പറ്റും. ഒരു വർക്ക് ചെയ്ത് അവൻ സക്സസ് ആവുമ്പോൾ അവന് ജോയ് ആവുകയും സന്തോഷം വരികയും അങ്ങനെ കോൺഫിഡൻസ് അവന് ബിൽഡ് ചെയ്യാനും കുറച്ച് ടൈം കഴിയുമ്പോൾ ഒരു വർക്ക് ചെയ്ത് കോൺസെൻട്രേഷൻ കൂടി സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്ത് പേഷ്യൻസ് വന്നു. ഇതൊക്കെ കഴിയുമ്പോൾ ഗ്രാജുവലി ഈ ഒരു ഡീവിയേഷൻ എന്താവും? ഡിസപ്പിയർ ആവും, മാറിപ്പോകും. The child intimates the adult. നമുക്കറിയാം നമ്മളുടെ മുതിർന്നവരെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് ഇന്റിമേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നമ്മുടെ മക്കളോട് ചോദിച്ചു നോക്ക്, നിങ്ങൾക്ക് ആരെ പോലെ ആവണം? അച്ഛനെ പോലെ ആവണോ, അമ്മനെ പോലെ ആവണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളുടെ പാരന്റ്സിനെ പോലെ ആവണം എന്നാണ് ഭൂരിഭാഗം കുട്ടികളും എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളുടെ ബിഹേവിയർ എവറി ടൈം, എല്ലാ സമയവും നമ്മുടെ ബിഹേവിയർ ആരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്? നമ്മൾ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നത്. നമുക്കൊരു കോൺഷ്യസ്നെസ് വേണം. ദ ചൈൽഡ് ഇന്റിമേറ്റ് ദ അഡൾട്ട് ഇഫ് ദ ചൈൽഡ് ഈസ് വെരി അതോറിറ്റേറ്റീവ് പേഴ്സൺ ഇൻ ചൈൽഡ് ലൈഫ്. ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആര്? ചൈൽഡിനെ സംബന്ധിച്ച് അഡൾട്ട്, നമ്മളുടെ പാരന്റ്സ്. ദ ചൈൽഡ് വാണ്ട്സ് ടു ബി പവർഫുൾ ടു. അതേപോലെ ആകാനായിരിക്കും ആരാഗ്രഹിക്കുന്ന കുട്ടിയുടെ അച്ഛനെ പോലെ ആവാനായിരിക്കും എപ്പോഴും ആഗ്രഹിക്കുന്നത്. ആൺകുട്ടികളാണെങ്കിൽ മെയിൻ ആയിട്ട്. അപ്പൊ അച്ഛൻ അമ്മനെ ഉപദ്രവിക്കുന്നതും ബീറ്റ് ചെയ്യണൊക്കെ കണ്ടു വളർന്നു വരുന്ന കുട്ടിയുടെ മനസ്സിലെങ്ങനെയാണ്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കും എന്റെ വൈഫിനെ എന്ത് ചെയ്യാൻ പറ്റും? ഉപദ്രവിക്കാനും ബീറ്റ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളൊരു തിങ്കിങ് ആയിരിക്കും അവരുടെ മനസ്സിലേക്ക് വരുന്നത്. സോ അതൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷനാണ്. അപ്പൊ നമ്മളത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം പാരന്റ്സ് എത്ര പ്രശ്നമുണ്ടെങ്കിലും കുട്ടികളുടെ മുമ്പിൽ വെച്ചത് പ്രകടിപ്പിക്കാതിരിക്കാൻ നോക്കും. The child will be involved a strong personality and would most probably by copying the personality of the adult and might be stubborn, aggressive, unreasonable and possessibility of rule. അപ്പോ കുട്ടികള് ചൈൽഡിന് ഏറ്റവും കൂടുതൽ സ്ട്രോങ് പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ആരുടെയാണുള്ളത്? കൂടുതലായിട്ട് അഡൾട്ടിനെയാണ്. സോ ചില സ്വഭാവങ്ങള് അഡൾട്ട്സിന്റെ പേഴ്സണാലിറ്റീസ് കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? കോപ്പി ചെയ്യാറുണ്ട്. അതിൽ വരുന്നതാണ് പിടിവാശി, സ്റ്റബേൺ. എന്താണ്? സ്റ്റബേൺ, പിടിവാശി. അഗ്രസീവ്നെസ്, ആക്രമണശീലങ്ങള്. അൺറീസണബിൾ ആൻഡ് പോസിബിലിറ്റി ഓഫ്
റൂഡായിട്ട് പെരുമാറും. അഡൾട്ട്സ് ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറണമെങ്കിൽ അത് കണ്ടു വളരുന്ന കുട്ടികളും അതേപോലെ ആയിരിക്കും പെരുമാറുന്നത്. The weak children would make the adult feel guilty and manipulate the adult with their slurking, sighing, and the word of "I am only little, don't make me to do it." ഇപ്പൊ വീക്ക് ചിൽഡ്രൻസ് നമ്മൾ പറഞ്ഞില്ലേ, ലേസി ആയിട്ടുള്ള മടിയന്മാരാണ് എന്ന് നമ്മൾ വീക്ക് ചിൽഡ്രൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ വീക്ക് ചിൽഡ്രൻസിനാണ് ഈ അഡൾട്ടിനെ കുറച്ചും കൂടി മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ കുട്ടികളെ ആയിരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരോട് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യാൻ പറയുമ്പോൾ അവർ ഫസ്റ്റ് പറയുന്ന ഡയലോഗ് എന്തായിരുന്നു? ഞാൻ കുട്ടിയല്ലേ, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ കേട്ടാ, ഞാൻ കുട്ടിയല്ലേ, എനിക്ക് അത്രയും ആരോഗ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ കുട്ടിയല്ലേ, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ എന്ന് പറയും. അപ്പൊ നമുക്കത് മനസ്സിലാക്കണം, ആ ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ, വീക്ക് ചിൽഡ്രൻ എന്ന് പറയുന്ന ഡീവിയേഷൻ ആണ്, നമുക്കത് മാറ്റിയെടുക്കണം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫ് പോസസീവ്നെസ് കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്തായിരുന്നു? മുതിർന്നവര് ആണ് കുട്ടികൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഒരു അഡൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഓതറൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഒരു കുട്ടിയുടെ ലൈഫിൽ. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. സോ സ്ട്രോങ് പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ആരുടെ ഉണ്ടാവും? കുട്ടിയുടെ ക്യാരക്ടറിൽ ഈ അഡൾട്ട്സിന് ഉണ്ടാവും. സോ അഡൾട്ടിന്റെ അതേ ക്യാരക്ടർ ആയിരിക്കും ആര് കുട്ടികളെ പ്രകടിപ്പിക്കുന്നത്. അഡൾട്ട് സ്റ്റെബോൺ ആണ്, വാശിക്കാരനാണെങ്കിൽ കുട്ടിയും വാശിക്കാരനായിരിക്കും. അച്ഛനെ പോലെ തന്നെ മോൻ ഭയങ്കര വാശിക്കാരനാണ്, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളല്ലേ. അഗ്രസീവ്നെസ്, അൺറീസണബിളി ആൻഡ് പോസിബിലിറ്റി ഓഫ് റൂഡ് ആയിട്ടൊക്കെ പെരുമാറുന്ന പാരന്റ്സ് ആണെങ്കിൽ കുട്ടികളും അതേപോലെ തന്നെ ആയിരിക്കും പെരുമാറുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് വീക്ക് ചിൽഡ്രൻസിന്റെ വേറൊരു ക്യാരക്ടർ ആണ് നമ്മൾ പറഞ്ഞത്. ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് അഡൾട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ഞാൻ കുട്ടിയല്ലേ, എന്നെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കല്ലേ, ഞാൻ പാവല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവർ ആ ഒരു വർക്കിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് നോക്കും. സോ നമ്മൾ മനസ്സിലാക്കണം, അതൊരു ഡീവിയേഷൻ ആണ്. എന്ത് വന്നാലും നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം? വർക്ക് ചെയ്യിപ്പിക്കണം. അതാണ് നമ്മളുടെ ഡ്യൂട്ടി. അടുത്തതാണ് ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ്. ഓക്കെ, നമ്മൾ ഇൻഫീരിയാരിറ്റി കോംപ്ലക്സിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടികളുടെ എന്താ പറയാ ഇമോഷൻസ്, അല്ലെങ്കിൽ കുട്ടികള്, ചിൽഡ്രൻസ് ആർ വെരി സെൻസിറ്റീവ്. നമ്മുടെ കുട്ടികൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്. നമ്മുടെ മുതിർന്ന ആൾക്കാര് അവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. മുതിർന്നവര് അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ്, അച്ഛനും അമ്മയും കുട്ടിയുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? അവർ ആഗ്രഹിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം അവരെ മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാരന്റ്സ് തന്നെ നമ്മുടെ കുട്ടീനെ എന്ത് ചെയ്യുമ്പോൾ മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് അവന്റെ മൈൻഡ്സിലേക്ക് വരുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. രണ്ട് കുട്ടികളുണ്ട്. രണ്ട് ഫ്രണ്ട്സ്, നല്ല തിക് ഫ്രണ്ട്സ് ആണ്. ഒരു കുട്ടി ആവറേജ് സ്റ്റുഡന്റ് ആണ്, ഒരു കുട്ടി ക്ലാസ്സിലെ ഫസ്റ്റ് ആണ്. രണ്ടുപേരും പഠിക്കുന്ന സ്കൂൾ സെയിം ആണ്, രണ്ടുപേരും പഠിക്കുന്ന ട്യൂഷൻ ക്ലാസ് സെയിം ആണ്, എല്ലാം സെയിം ആണ്. അപ്പോ രണ്ട് നല്ല ഫ്രണ്ട്സും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാം കഴിഞ്ഞപ്പോ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് ക്ലാസ് ടോപ്പർ ആയിട്ട് വന്നിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു ആവറേജ് ആയിട്ട് പഠിക്കുന്നവൻ ലാസ്റ്റും അല്ല, എന്നാൽ ടോപ്പറും അല്ല. പക്ഷേ ഈ മിഡിൽ നിൽക്കുന്ന കുട്ടി, ആവറേജ് ആയിട്ടുള്ള കുട്ടിയുടെ അമ്മ അവനെ വാൺ ചെയ്തു. നീ കണ്ടോ, നിന്റെ കൂടെ അവൻ എല്ലാ സമയവും കളിച്ചും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അവൻ വീട്ടിൽ പോയിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, നിന്നോട് പറയാണ്ട് അവൻ പഠിക്കുന്നതുകൊണ്ടാണ് അവന് അത്രയും മാർക്ക് കിട്ടിയത്. നീ ഇനി മേലാല് ആ കുട്ടീനോട് പോയിട്ട് കളിക്കാനൊന്നും പോവണ്ട, ഇവിടുന്ന് എപ്പോഴും പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്? കുട്ടീനെ എന്ത് ചെയ്യാണ്? മാനിപ്പുലേറ്റ് ചെയ്യാണ്, അഡൾട്ട് ചെയ്യുന്നതാണ്. സോ ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ ഒരു ദേഷ്യം, കുട്ടിക്ക് ആ ഒരു ദേഷ്യം ആരോട് തോന്നും? കൂട്ടുകാരനോട് തോന്നും. അവൻ കാരണമാണ് അമ്മേനെ വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ അവൻ കാരണമാണ് അമ്മേനെ ഹേർട്ട് ചെയ്തെന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല? കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയും കമ്പയർ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെന്താണ് പറയാം, മാർക്കിന്റെ കാര്യം പറഞ്ഞ് കമ്പയർ ചെയ്യും, കഴിവുകളുടെ കാര്യം പറഞ്ഞ് കമ്പാരിസൺ എന്ന് പറയുന്ന കാര്യം നമ്മളുടെ മോണ്ടിസോറിയിൽ ഇല്ല. കമ്പയർ ചെയ്യാനേ പാടില്ല. ചിലപ്പോൾ നമ്മളത് ചെയ്തിട്ട് നിങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇനിയും നമ്മുടെ കുട്ടീനെ വെച്ചിട്ട് വേറൊരു കുട്ടീനെ വെച്ചിട്ട് താരതമ്യം ചെയ്യരുത്. കാരണം നമ്മുടെ കുട്ടികളുടെ ഇമോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നല്ലൊരു ഹെൽത്തി ഇമോഷൻ, ഹെൽത്തി ഫീലിങ്സ് ഉള്ള കുട്ടികളെല്ലാം നമുക്ക് വേണ്ടത്. സോ നമ്മളായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ നമ്മളുടെ കുട്ടികളെ മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ അവരെ വെച്ചിട്ട് നമ്മുടെ കുട്ടീനെ കമ്പയർ ചെയ്യാനേ പാടില്ല. ഓക്കെ, കമ്പാരിസൺ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല.
നമുക്ക് നോക്കാം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്താണ്. Children are very sensitive. When the adult considers the child with contempt, the child may feel like a failure. നമ്മളും അഡൾട്ട് എന്ത് ചെയ്യാണ്, കുട്ടീനെ കമ്പയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യും, ആ ഫീൽ ലൈക്ക് എ ഫെയിലിയർ ആണ് തോന്നുക. അപ്പൊ അവന് തോറ്റു പോയതായിട്ട് തോന്നും. അവൻ ഇപ്പൊ എത്ര മാർക്ക് വാങ്ങിച്ചിട്ടും അവന്റെ ഫ്രണ്ടായിട്ട് കമ്പയർ ചെയ്തപ്പോ അവന്റെ ഒരു കോൺഫിഡൻസ് പോയോ. In the time child involved low self-esteem സെൽഫ് കോൺഫിഡൻസും കുറവായിരിക്കും. In the time that child involved low self-esteem and poor self-confidence and they hurt by the way adult treat them. അഡൾട്ട് എങ്ങനെയാണോ കുട്ടീനെ ട്രീറ്റ് ചെയ്യണേ അതിനനുസരിച്ച് കുട്ടിക്ക് സെൽഫ് കോൺഫിഡൻസും സെൽഫ് എക്സ്റ്റീമും അതേപോലെ തന്നെ ഒക്കെ കുറവായിരിക്കും. The teacher must plan for developmentally apt activity for the children. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്മെന്ററി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ആ കുട്ടിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. The aim of each activity must be attainable. നമ്മൾ ഓരോ ആക്ടിവിറ്റീസിനും അതിൻ്റെതായ എയിം നമ്മൾ ഫിക്സ് ചെയ്യണം. എയിം എന്ത് വെച്ചിരിക്കണം, അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ജസ്റ്റ് ഞാൻ ഒരു അക്കാഡമിക് സെഷനിൽ ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ കുട്ടി വീക്കാണ്, ഫെയിൽ ആയിട്ട് വിചാരിക്കും. നമ്മൾ അവനെ കമ്പയർ ചെയ്യാണ്ട് നമ്മൾ അവന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് പറയണം, ഈ പ്രാവശ്യം ഫെയിൽ ആയത് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം കൊണ്ടൊന്ന് പാസ്സായാൽ മതി കേട്ടാ എന്ന് പറയാം. അപ്പൊ ഭയങ്കരമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സ്റ്റാൻഡേർഡ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, ജസ്റ്റ് പാസ്സായാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവൻ മാക്സിമം അവന്റെ എഫേർട്ട് എടുത്ത് അവൻ എന്ത് ചെയ്യാൻ നോക്കും, പാസ് ആവാനായിട്ട് നോക്കും. സോ അടുത്ത ടേമിൽ അവൻ എന്ത് ചെയ്തു, പാസ്സായി. അടുത്ത ടൈമിൽ നമ്മൾ അവനോട് എന്ത് പറയും, നന്നായിട്ട് പാസ്സായി, നന്നായിട്ടുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമായി, ഒരു കാര്യം ചെയ്തേ, ഇപ്പൊ 18 ആണല്ലോ പാസ്സാവാൻ, ഒരു 25 കിട്ടുമെന്ന് നോക്കുവോ, ഒന്ന് ശ്രമിച്ച് നോക്കുവോ. ഓക്കെ, അപ്പൊ അവൻ എന്ത് ചെയ്യും, മാക്സിമം അവന്റെ എഫേർട്ട് എടുത്ത് 25 അവനെ എടുക്കും. അപ്പൊ അവന്റെ എഫേർട്ട് നമ്മൾ കാണും, അവൻ എന്ത് ചെയ്യണം, അപ്രിസിയേറ്റ് ചെയ്യുകയും വേണം. അപ്പൊ നമ്മൾ എന്താ പറയും, നന്നായിട്ടുണ്ട് കേട്ടോ, 25 ഏൺ ചെയ്തല്ലോ, അതുകൊണ്ട് നമ്മൾ അവനെ അപ്രിഷിയേറ്റ് ചെയ്യാം. അപ്പൊ അവനെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടാർഗറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. Okay, the teacher must plan for developmentally apt activity for the children. The aim of each activity must be attainable. എല്ലാ ആക്ടിവിറ്റീസിനും എയിം എന്ന് പറയുന്നത് അറ്റൈനബിൾ ആണ്. സ്റ്റാൻഡേർഡ് ഷുഡ് നോട്ട് ബി സെറ്റ് ടു ഹൈ. ഒത്തിരി ഹൈ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യരുത്. ടീച്ചേഴ്സ് ഷുഡ് റെസ്പെക്ട് ദ വർക്ക് ഓഫ് ദി ചിൽഡ്രൻ. നമ്മളുടെ കുട്ടികൾ ചെയ്യുന്ന ഏതൊരു വർക്ക് ആവട്ടെ അത് നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. ഇഫ് ദ ചൈൽഡ് ഗെറ്റ് ഇറ്റ് റോങ് ഷോ ഹിം ഹൗ ടു ബി അക്കോംപ്ലിഷ്ഡ് ഇറ്റ്. ഈ കുട്ടി ചെയ്യുന്നത് തെറ്റാണ്, ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോ അവൻ തെറ്റിപ്പോയി ചെയ്തത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇതാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫിയർ. കുട്ടികൾ എനിക്ക് മോനെ കൂട്ടാൻ വേണ്ടി സ്കൂളിൽ പോകണം, ഞാൻ ലെഫ്റ്റ് ആവുന്നുണ്ട്, വിത്ത് യുവർ പെർമിഷൻ. ഡെയിലി പോകണം, പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ പോകണം, അതാണ് മറ്റേ ക്ലാസ് കഴിഞ്ഞാലേ പോകാറ്. ഓക്കെ ടീച്ചർ. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇനി പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്, എന്ത്, ഫിയർ എന്ന് പറയുന്നത്. നമുക്ക് കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് പല ഫിയർ ഉണ്ടാവും, പല ഫോബിയാസ് ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ ഫോബിയാസ് ഉണ്ടാവും ഇല്ലേ. എനിക്കുണ്ട്, എനിക്ക് ഹൈറ്റ് പേടിയാണ്. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് ഹൈറ്റ്, ഭയങ്കര പേടിയാണ്. അപ്പോ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം അപ്പൊ ഞാനിങ്ങനെ ഹൈറ്റ് കയറാണ്, അവിടെ സ്റ്റെയറിൽ ഇങ്ങനെ ഇതില്ല, സ്റ്റെയറിൽ ഇങ്ങനെ പിടിച്ചു കയറുന്ന ആ സംഭവം ഇല്ലേ, എന്താ പറയാ, ഡ്രില്ല് അല്ലെ, ആ സ്റ്റെയർ ഹാൻഡിൽ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ പതുക്കെ പേടിച്ച് ഭയങ്കര പേടി. എനിക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. 4ാമത്തെ നിലയിലേക്ക് പോയപ്പോഴേക്കും ശരിക്കും എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പൊ വെച്ചാൽ ഹൈറ്റ് ചെറുപ്പത്തിലേ മുതലേ പേടിയുള്ളൊരു കാര്യമാണ് ഹൈറ്റ്. അപ്പൊ കുട്ടികൾക്കും ഇതേപോലത്തെ ഫിയറുകൾ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഫിയർ നോട്ട് ഇൻജൂറിയസ് ആണ്, ഹാർംഫുൾ അല്ല. പക്ഷേ ഈ ഫോബിയാസ്, ഫിയറുകൾ കുട്ടികളെ ഡീവിയേറ്റഡ് ആക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഫിയർ? അക്ഷയ, മോൻ എന്ത് ടൈപ്പ് ഫിയർ ഉള്ളത്? എനിക്ക് ഹൈറ്റ് പേടിയാണ്. ഓക്കെ, എനിക്ക് കൂടുതൽ ഫിയറാണ്. ഓക്കെ, ഉഷയ്ക്കോ? എനിക്കും അതൊക്കെ തന്നെ, ഒത്തിരി ഉയരത്തിൽ പോയ അപ്പോഴേ തല ഇറങ്ങും താഴോട്ട് നോക്കിയ. അപ്പൊ എനിക്ക് മാത്രമുള്ള പ്രശ്നമല്ല, അല്ല, എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ചില ആൾക്കാർക്ക് ബ്ലഡ് കണ്ടാല് തലകറക്കം വരും. ഞാനത് എന്റെ അനിയത്തിക്ക് ആണോ? ബ്ലഡിന് പേടിയുള്ള ആൾക്കാരുണ്ട്. ചില ജീവികൾ
എന്റെ ഹസ്ബൻഡ് അങ്ങനെ ബ്ലഡ് കണ്ടാൽ അപ്പോഴേ കറങ്ങി താഴെ വീഴും. ശരി. കാരണം എന്താണെന്നറിയാം, ഒരു പ്രാവശ്യം എന്റെ കൈ ഇതേപോലെ മുറിഞ്ഞു. കൈ എന്തോ ചെയ്തോണ്ടിരുന്നപ്പോ മുറിഞ്ഞു. അപ്പൊ അത്യാവശ്യം വലിയ മുറിവാണ്, ബ്ലഡ് വരുന്നുണ്ട്. ഞാൻ അനിയത്തിനോട് പറഞ്ഞു എന്താ മരുന്നോ തുണി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ട് അവള് വന്ന് ഞാൻ നോക്കാണ്. വന്ന് നോക്കി കഴിഞ്ഞപ്പോ കയ്യിലെ ചോര ഉണ്ടല്ലോ അവിടെ വീണവള്. പിന്നെ ഞാൻ കൈ മുറിഞ്ഞ് ഞാൻ അവളെ എടുത്തോണ്ട് പോയി അകത്ത് കിടത്തുകയും വെള്ളം തെളിക്കൊക്കെ വേണ്ടു. ഭയങ്കര പാടാണ് ഈ ബ്ലഡ് ഉണ്ടെങ്കിൽ തലറങ്ങി വീണവര് കൂടി ഉണ്ടെങ്കിൽ. അത് ബ്ലഡ് കാണും തലറങ്ങി വീഴും, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ എപ്പോഴും അങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതേപോലെ ചില ജീവികളെ കാണുമ്പോഴുള്ള ഭയം, ഫോബിയാസ്, ഒരുപാട് കൈൻഡ്സ് ഓഫ് ഫോബിയാസ് ഉണ്ട് ആൾക്കാർക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഭയങ്ങളൊന്നും പേടിയല്ല. എന്നുവെച്ചാല് ഇഞ്ചുറീസ് അല്ല, ഒരു നമ്മൾ ഹാർംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്നില്ല. പക്ഷേ അത് കുട്ടീനെ എന്ത് ചെയ്യും, ട്രിഗർ ചെയ്യാനായിട്ടത് കാരണമാകാറുണ്ട്. ചില ഫിയറുകൾ നമ്മളെ ട്രിഗർ ചെയ്യും. എന്നുവെച്ചാല് നമ്മളെ പെട്ടെന്ന് ഔട്ട് ഓഫ് മൈൻഡ് ഒക്കെ ആക്കാനായിട്ട് കാരണമാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇപ്പോ എനിക്ക് വേറൊരു പേടിയുണ്ട്, വെളിച്ചപ്പാടിന് പേടിയാണ്. അത് ചെറുപ്പത്തിൽ എന്റെ അമ്മ ഭക്ഷണം കഴിക്കാനായിട്ട് കഴിച്ചില്ലെങ്കിൽ വെളിച്ചപ്പാട് പിടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ടാണെന്ന് തോന്നണ എന്റെ ആ പേടി വന്നത്. അപ്പൊ ഈ വെളിച്ചപ്പാടിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ ഇപ്പോഴും കാണുമ്പോ അകലെ നിന്ന് കാണുമ്പോ കുഴപ്പമില്ല, പക്ഷെ അതിനവര് അടുത്തൊക്കെ വന്ന് തുള്ളണയൊക്കെ കാണൂലേ, അപ്പൊ അതെനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ അഡൾട്ടാണ്, മുതിർന്നവരാണ് ഈ ഫിയർ കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് എന്റെ ഈ ഹൈറ്റിന്റെ പേടിയും അതെ, അതേപോലെ തന്നെ ഈ വെളിച്ചപ്പാടിനോടുള്ള പേടിയും അതെ, അമ്മയാണ് എനിക്ക് പാസ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ മുകളിൽ കയറാതിരിക്കാൻ വേണ്ടി, സ്റ്റെപ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ പറയും, നീ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ വീട് മൊത്തമായിട്ട് ഇടിഞ്ഞൊളിഞ്ഞ് വീടും, നീ ഇറങ്ങി വാ. അപ്പൊ ചെറുപ്പം മുതലേ എന്റെ പേടി എന്താണ്, ആ മുകളിൽ കയറാൻ പാടില്ല. അമ്മ മുകളിൽ കയറാതിരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്, പക്ഷെ അത് എന്നെ ഒരു ഫിയറിലേക്ക്, ഒരു ഫോബിയയിലേക്ക് കൊണ്ടുപോയി. കാരണം എനിക്ക് ഹൈറ്റ് ഇപ്പൊ പേടിയാണ്. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, വെളിച്ചപ്പാടിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല വെളിച്ചപ്പാട് പിടിച്ചിട്ടുണ്ടാവും, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വെളിച്ചപ്പാട് പിടിച്ചിട്ടുണ്ടാവും. ഒരു ഏജ് വരെ, ഇപ്പോഴല്ല കേട്ടാ, ഒരു ഏജ് വരെ, ഒരു 8 വയസ്സൊക്കെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരെ വെളിച്ചപ്പാടിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ആള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുള്ളണയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കയറി വീട്ടിലിന്റെ അകത്ത് പോകും. ബാക്കി അത് പോയതിന് ശേഷമേ ഇറങ്ങുള്ളൂ പുറത്തേക്ക്. അങ്ങനെ ഒരു പേടിയില്ല. അപ്പൊ അത് കുട്ടികള് അഡൽട്ട് നമ്മളിലേക്ക് പാസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫിയർ ആണ്. അഡൽട്ട് മേ പാസ് എ ഫിയർ ഓഫ് ഫോബിയ ടു ചൈൽഡ് ഓഫ് സംതിങ് ദാറ്റ് ഇസ് നോട്ട് ഇൻജൂറിയസ് ഓർ ഹാർംഫുൾ. ശരിക്കും പറഞ്ഞാൽ ഇൻജൂറിയസ് ഓർ ഹാർംഫുൾ ഒന്നല്ല. സംടൈം അഡൽട്ട് ടെൽ ദ ചിൽഡ്രൻ ടു സ്റ്റോറി ടു curse them to doing something. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേടിപ്പിക്കുന്ന സ്റ്റോറി പറഞ്ഞു കൊടുക്കും. നമ്മൾ കുട്ടികൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയും, ഭൂതം വരും, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിച്ചിട്ടുണ്ടാവും. എവരി വൺ ഹാസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നാച്ചുറൽ പ്രിസർവേഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചേഴ്സ്. ചില കുട്ടികൾക്ക് അത് മനസ്സിലാവും, അത് കഥയാണ്, ഓക്കെ. ചില കുട്ടികൾക്ക് അത് മനസ്സിലാവും, ഒരു പേടി അവിടെ കിടക്കും. അപ്പോ നമ്മള് കുട്ടികളോട് അങ്ങനത്തെ കാര്യങ്ങൾ, അവർക്ക് പേടി വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാതിരിക്കുക, പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് മോളോട് പേടിപ്പിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുക്കും, പ്രേതത്തിന്റെ ഒക്കെ കഥകൾ രാത്രി. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേൾക്കാനൊക്കെ. പക്ഷെ രാത്രിയുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി കഥ കേട്ട് കടന്ന് ഉറങ്ങുന്ന ദിവസം രാത്രി അവൾ കരഞ്ഞുകൊണ്ടായിരിക്കും എഴുന്നേക്കുന്നത്. ഞാൻ ഹസ്ബൻഡ് നല്ല രീതിയിൽ വാൺ ചെയ്തു, മേലാല് പേടിപ്പിക്കുന്ന പ്രേതത്തിന്റെ കഥ അച്ഛനും മോളും പറഞ്ഞു കഴിഞ്ഞാല് നല്ലത് കിട്ടും എന്റെ കയ്യിൽ. കാരണം എന്താണ്, രാത്രി അവളെ പേടിക്കാണ്. നമ്മള് അറിഞ്ഞുകൂടില്ല, നമ്മുടെ മനസ്സിൽ എന്താന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ആ പറയുന്ന കാര്യങ്ങള് അവളുടെ മനസ്സിൽ പോയിട്ട് അത് സ്വപ്നങ്ങളായിട്ടോ ഡ്രീംസ് ആയിട്ടായിരിക്കും ചിലപ്പോ. അവൻ സ്വപ്നം കാണാതിരിക്കും. അപ്പൊ അത് പേടിപ്പിക്കുന്ന എന്തെങ്കിലും സ്വപ്നം കാണാതിരിക്കും. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേടിപ്പിക്കുന്ന കഥകളൊന്നും പറയണ്ട, എന്തോരം നല്ല കഥകളുണ്ട്, അതൊക്കെ പറയാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഫിയറുകൾ നമ്മൾ അഡൾട്ട്, മുതിർന്നവരാണ് കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നത്. നമ്മൾ മാക്സിമം അങ്ങനത്തെ ഫിയറുകൾ കുട്ടികളിലേക്ക് പാസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കും. ഇനി നമ്മൾ പറയുന്നത് ഡിഫൻസ് ലൈസ് ആണ്. ലൈസ് എന്ന് വെച്ചാൽ കള്ളം പറച്ചിലാണ്. ലൈസ് എന്ന് വെച്ചാൽ എന്താണ്, കളവ് പറയാം, കള്ളം പറയാം. ഇതില് 4 ടൈപ്സ് ഓഫ് ലൈസ് ഉണ്ട്. ഡിഫൻസ് ലൈ, സോഷ്യൽ ലൈ, ഫാന്റസി ലൈ, സ്പിരിച്വൽ ലൈ. ഫസ്റ്റത്താണ് ഡിഫൻസ് ലൈ. ഡിഫൻസ് ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സാധാരണ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസിന് വേണ്ടി പറയുന്ന ഒരു ലൈ ആണ് ഡിഫൻസ് ലൈ. നമ്മൾ കുട്ടീനോട് പാല് കുടിക്കാൻ പറഞ്ഞിട്ട് പാല് കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാല് കുടിച്ചല്ലോ, പഠിച്ച് ഹോംവർക്ക് ചെയ്തോ, ഞാൻ ഹോംവർക്ക് ചെയ്തല്ലോ. ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ കുടിച്ചിട്ടില്ലെങ്കിലും അവർ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പറയുള്ളൂ നമ്മളടുത്ത്. ജസ്റ്റ് ഡിഫൻസിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈ ആണ് ഏത്, ഡിഫൻസ് ലൈ. ഓക്കെ, നോക്കാം.
Children refers to having done something to make the adult or lie by saying he has been done something when he has not. അവൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നതാണ് ഏത് ഡിഫൻസ് ലൈ. The child is afraid of now the adult will react to the situation. അവൻ അത് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലേ എന്ത് പറയും എന്നുള്ളൊരു പേടി കൊണ്ടാണ് അവൻ എന്ത് പറയുന്നത്, ഈ കള്ളം പറയുന്നത്. അപ്പൊ നമ്മള് ഒരു പ്രാവശ്യം പാല് കുടിക്കാണ്ട് വന്നപ്പോ നമ്മൾ അവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. ആ പേടി കൊണ്ടായിരിക്കും നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോയിരിക്കാനോ ഫോൺ ചെയ്ത് വെച്ചിട്ട് നീ പാല് കുടിച്ചോ അല്ലെങ്കിൽ മിൽക്ക് കുടിച്ചോ എന്ന് ചോദിക്കുമ്പോ അവൻ പറയാണ് ആ ഞാൻ കുടിച്ചു, പക്ഷെ കുടിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ജസ്റ്റ് അവൻ ഡിഫൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ലൈ പറയാണ്. അതായത് ഡിഫൻസ് ലൈ. സോഷ്യൽ ലൈ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോഷ്യൽ ലൈ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാന്ന് വിചാരിക്കും. ഇന്നത്തെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റിട്ടേ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ എനിക്ക് വിഷമം തോന്നരുതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ ഡ്രസ്സ് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ നല്ലതാണ് എന്ന് പറയുന്നില്ലേ? ദാറ്റ്സ് കൈൻഡ് ഓഫ് സോഷ്യൽ ലൈഫ്. ഇപ്പൊ നമ്മൾക്ക് ഒരു വ്യക്തി ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് നമുക്കത് ഇഷ്ടമാവില്ല, പക്ഷെ അവനത് ഫീൽ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ജനറൽ ആയിട്ട് പറയുന്ന ഒരു കള്ളം, അതാണ് എന്ത്, സോഷ്യൽ ലൈഫ്. ഓക്കെ, മനസ്സിലായോ? നമ്മളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു അവൾ ഡ്രസ് ഇട്ടിട്ട് വന്നു, ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അത് മാച്ച് ആകുന്നതേ ഇല്ല, പക്ഷെ നമ്മൾ പറഞ്ഞു ആ സൂപ്പറാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടാ എന്ന് പറഞ്ഞു വിചാരിക്കും. ദാറ്റ്സ് എ സോഷ്യൽ ലൈഫ്. ആർക്കും പറയുന്ന ആൾക്കും പ്രശ്നമില്ല, കേൾക്കുന്ന ആൾക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് എന്ത്, സോഷ്യൽ ലൈ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് ഞാൻ ഒരു കാര്യം കൂടി പറയാം. എന്റെ ക്ലാസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ബാക്കി ആരെന്താ റിപ്ലൈ ചെയ്യാത്ത? ഫസാന, ബാക്കിയുള്ളവർക്ക് എന്താ റിപ്ലൈ ചെയ്യാത്ത? മനസ്സിലാകുന്നുണ്ട്? ഓക്കെ, എനിക്ക് വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് പോലും നിങ്ങൾ പറഞ്ഞില്ലേ മനസ്സിലാകുന്നുണ്ടെന്ന്. ഉള്ളൂ സോഷ്യൽ ലൈഫ്. മനസ്സിലായോ? ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. എന്നുവെച്ചാൽ നമുക്ക് ഒരാൾക്ക് വിഷമം തോന്നണ്ട, അയാൾക്ക് ഹേർട്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയുന്ന കള്ളങ്ങളെയാണ് സോഷ്യൽ ലൈ എന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടികൾ അങ്ങനെ സോഷ്യലൈസ് പറയാറില്ല, എന്നാലും ഇപ്പൊ കുട്ടികളോട് നമ്മൾ ചോദിക്കണേ ഡ്രസ് ഇട്ടിട്ട് എങ്ങനെയുണ്ട്, അവന് ഇഷ്ടമായില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, സോഷ്യൽ ലൈ ആണ്. ഓക്കെ, നോക്കാട്ടാ. ഇതിനെ വേറൊരു പേരും കൂടി പറയുന്നത് ലിറ്റിൽ വൈറ്റ് ലൈ എന്നും കൂടി പറയും കേട്ടോ. സോഷ്യൽ ലൈഫ്സിന് ഇത്തിരി വെള്ളപൂശല് എന്നുവെച്ചാല് കുറച്ച് വൈറ്റ് ലൈ ആണ്. Children take up this from the environment. Normally environment എടുക്കുന്നത് നോർമലി ഫ്രം അഡൾട്ട്, മുതിർന്നവരെ കണ്ടാണ് അവർ പഠിക്കുന്നത്. ചിൽഡ്രൻസ് ക്യാൻ അഫ്രൈഡ് ടു സ്പീക്ക് ദെയർ ഓൺ മൈൻഡ്. അവർക്ക് എന്ത് തോന്നും, വിഷമം തോന്നുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, പറയില്ല, കാര്യങ്ങൾ പറയില്ല. ഇപ്പൊ നിങ്ങളോട് ഞാനൊരു ക്ലാസ്സിനെ കുറിച്ച് ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് മിസ്സിന് വിഷമം തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു, ആ കുഴപ്പമില്ല, മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്ന് തന്നെ വിചാരിക്കുന്നു, മനസ്സിലാവുന്നു വിചാരിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു അഫ്രൈഡ് ആണ്, നിങ്ങളുടെ സ്വന്തം മൈൻഡിലുള്ള കാര്യങ്ങൾ പറയാനായിട്ടൊരു പേടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് എന്താണ്, സോഷ്യൽ ലൈ ആണ്. ഞാൻ ഫ്രണ്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്, ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, നിങ്ങളൊക്കെ എന്താണ്, ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കും. ഞാൻ അവളോട് പറയും എടി ഒട്ടും ചേരുന്നില്ല നിനക്ക് ഡ്രസ്സ്, ഒട്ടും കൊള്ളില്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്ത് പറയും, ആടി സൂപ്പർ ആടി നിനക്ക് ചേരുന്നുണ്ട്, ജസ്റ്റ് നിനക്ക് വിഷമാവണ്ടല്ലോ, നീ ആയിട്ടുള്ള ആ കുട്ടിയായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആവണില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, സോഷ്യലായി പറയും. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുള്ളൂ. ഫ്രണ്ട്സ് എന്ത് ചെയ്യും, സോഷ്യലൈസ് പറയും. ജസ്റ്റ് ആ ഒരു വ്യക്തിക്ക് ഹേർട്ട് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയുന്ന ലൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ലൈ ആണ് കുട്ടികൾ കണ്ടുവരുന്ന മെയിൻ ആയിട്ടുള്ള ലൈ ആണ്. എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലൊരു ഫാന്റസി ലൈ എന്ന് പറയുന്നത്. ഞാനൊരു കുട്ടീനോട് ചോദിച്ചു അവരുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടോന്ന് ചോദിച്ചു, വീട്ടിൽ വളർത്ത് മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞതാണ് അവരുടെ വീട്ടില് വെള്ളച്ചിറകുള്ള പറക്കണ കുതിരയുണ്ടെന്ന്. എന്നോട് പറഞ്ഞത് ക്ലാസ്സിൽ പറഞ്ഞ ഡയലോഗാണ്, വെള്ളച്ചിറകുള്ള പറക്കണ കുതിര. എന്തൊരു ഫാന്റസിയാണ് അല്ലെ, ഭയങ്കര ഫാന്റസി, ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട് പറയുകയാണ്. പിന്നെ മനസ്സിലായത് അവന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ബാഗിലെ ബാഗ് യൂണിക്കോണിന്റെ ബാഗാണ്. അപ്പൊ അവന് വീട്ടില് പെറ്റ്സ് ഒന്നും ഇല്ല, പക്ഷെ അവൻ പറഞ്ഞ ഡയലോഗാണ് എന്റെ വീട്ടില്, അത് പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമ്മൾ വിശ്വസിച്ചു പോകും. അത്രയും ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടാ പറയുന്നത്.
എന്റെ വീട്ടിലെ വെളുത്ത ചെറിയ പൂച്ചക്കുഞ്ഞോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പറയാൻ പോണെന്ന് വിചാരിച്ചത്. വെളുത്ത നല്ല ചിറകുള്ള എന്തെങ്കിലും ഫീലായിരിക്കും, നല്ല ചിറകുള്ള വെളുത്ത കുതിരയുണ്ട്. അവിടെ വെച്ച് പോയി കുതിരക്ക് വെളുത്ത ചിറക. അപ്പൊ എന്താണ് ആ കുട്ടിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഫാന്റസി ലൈഫ് ഇമാജിനേഷൻ ഒക്കെ നല്ല കാര്യമാണ്. കാരണം ഫാന്റസി ആയിട്ട് ഇമാജിനേറ്റീവ് ആയിട്ട് കഥകളൊക്കെ ഇങ്ങനെ പറയാന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് ഒത്തിരി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. The child will able to tell an extraordinary story to stop or interest the adult. മുതിർന്നവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന ടൈപ്പ് ഓഫ് ഒരു ലൈനാണ് ഫാന്റസി ലൈ. This is their way to cry for attention or to fit in with group. ഇപ്പോ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അത്യാവശ്യം കാശാരൊക്കെയാണ്. ആ ഒരു ഗ്രൂപ്പിലേക്ക് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി കള്ളം പറയാണ്, എന്റെ പപ്പയ്ക്ക് എന്താണ് 4 വലിയ കാറുണ്ട്, ഇന്ന കാറുണ്ട്, കാറിന്റെ ഒക്കെ പേര് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതെന്താണ് നോർമൽ, അതൊരു ഫാന്റസി ലൈനാണ്. ഒറിജിനൽ ആയിട്ട് ഉണ്ടോ ഇല്ല, പക്ഷെ അവൻ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കള്ളാണ്, അല്ലെങ്കിൽ അവൻ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കള്ളാണ്. ശരിക്കും പറഞ്ഞാൽ ഇമാജിനേഷൻ ഒക്കെ നല്ലതാണ് ഒരു പരിധി വരെ, പക്ഷെ ഓവർ ആയി കഴിഞ്ഞാൽ ദാറ്റ്സ് കൈൻഡ് ഓഫ് ഡീവിയേഷൻ ആണ്. Children always have one better story than next. കുട്ടികൾ പറയുന്ന സ്റ്റോറി കേൾക്കണം. ദൈവമേ, നിങ്ങൾ കുറച്ചുനാൾ കഴിയുമ്പോൾ ട്രെയിനിങ് ഒക്കെ ആയിട്ട് പഠിപ്പിക്കാനൊക്കെ പോയി തുടങ്ങില്ല. അപ്പൊ നിങ്ങൾ ഓരോ കുട്ടീനെ വിളിച്ചിട്ട് അവർ പറയുന്ന ഓരോ കഥകളും നല്ല രസമായിരിക്കും കേൾക്കാൻ. ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട് ഭയങ്കര അതിലെ ഇങ്ങനെ സംഭവം നടന്ന് ഇല്ല ഞാൻ പേടിച്ചിട്ട് അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്താ പറയുന്നത്. നല്ല രസമാണ് കേൾക്കാനായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുന്ന ഓരോ കഥകൾ പറയുന്നത്. ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയ്ക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ദാറ്റ്സ് ഫാന്റസി ലൈൻ. ഓക്കെ, ഇമാജിനേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. മുതിർന്നവരുടെ അറ്റൻഷൻ കിട്ടാനും മുതിർന്നവരുടെ ഇൻട്രസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തെ ഫാന്റസി ലൈ പറയുന്നത്. അപ്പോ ഫാന്റസി ലൈയുടെ കാര്യം പറയുമ്പോൾ എന്തോർമ്മയിൽ വരണം? വെള്ളച്ചിറകുള്ള കുതിരയുടെ കാര്യം ഓർക്കുന്നതിന് വരണം. ആ ഒരു കുട്ടിയുടെ ഭയങ്കര ഇമാജിനേഷൻ ആയിരുന്നു. ഒത്തിരി നാളുമ്പാണ് ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു കുട്ടിയുടെ ബാഗില് ഒരു വെള്ളച്ചിറകുള്ള കുതിരയുണ്ട്. അതെന്തോ കുട്ടികൾ കളിക്കുന്ന യൂണിക്കോണോ അങ്ങനെ എന്തോ സംഭവല്ലേ? കാർട്ടൂൺ അല്ലേ അത്? യൂണിക്കോണ്ട് കാർട്ടൂൺ എങ്ങാണ്ട എനിക്ക് തോന്നണം. പക്ഷെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ആ സമയത്ത് അത് എന്താണ്. അപ്പോ അവനാണ് ഇമാജിൻ ചെയ്ത് അവൻ പറയുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടാ പറഞ്ഞിരുന്നത്. വ്യക്തമായിട്ട് കറക്റ്റ് ആയിട്ട് പറയുന്നു. ഭയങ്കര അവർക്ക് മനസ്സിലായി ഫാന്റസി ലൈയാ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സ്പിരിച്വൽ ലൈഫ്. ആത്മീക ഗുണങ്ങൾ. സ്പിരിച്വൽ ലൈഫ് നമ്മൾ മതപരമായിട്ടും അല്ലെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങളുടെ ബേസിൽ സ്പിരിച്വൽ ലൈഫുകൾ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് അല്ലെ? സന്ധ്യ കഴിഞ്ഞാല് എന്ത് ചെയ്യാൻ പാടില്ല? നഖം വെട്ടാൻ പാടില്ല. അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞാല് പേര തൂക്കാൻ പാടില്ല, സരസ്വതി പോകും, പിടങ്ങി പോകും എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ജസ്റ്റ് ഒരു എന്താ പറയാ സ്പിരിച്വൽ ലൈഫാണ്. പക്ഷെ അതിനൊക്കെ പുറകിൽ റീസൺസ് ഉണ്ട്. അതൊക്കെ ലൈഫ്സ് ആണ്. ഓരോ കാര്യത്തിനും അതിൻ്റെതായ റീസൺസ് ഉണ്ട്. പണ്ടത്തെ ആൾക്കാർക്ക് നഖം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് അധികം രാത്രി കാലങ്ങളിൽ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മണ്ണെണ്ണ വിളക്കൊക്കെ ആയിരുന്നു. അപ്പൊ നഖം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നത് എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. അത് ആൾക്കാരെ കാലൊന്ന് കുത്തിക്കൊള്ളും. അതുകൊണ്ടാണ് അന്ന് അവർ പറഞ്ഞത് രാത്രി കാലങ്ങളിൽ നഖം വെട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്. സോ അപ്പൊ എന്താണ്, അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് സ്പിരിച്വൽ ലൈഫ് ആണ്. ആത്മീകമായിട്ടുള്ള നുണകൾ. പിന്നെ മതപരമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നുണകൾ പറയാറുണ്ട്. പിന്നെ ദൈവങ്ങള്, ഞാൻ ദൈവത്തിന്റെ ആരാണ് ഭക്താവാണ്, ദൂതനാണ്, അല്ലെങ്കിൽ ഞാൻ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നുണകൾ ഉണ്ടല്ലോ. അതേപോലത്തെ നുണകളാണ് ഇതിൽ വരുന്ന സ്പിരിച്വൽ ലൈഫിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മളാണ് കുട്ടികളെ ഈ സ്പിരിച്വൽ ലൈഫ് ഫോളോ ചെയ്യുന്നത്. നമ്മളല്ലെങ്കിൽ മുതിർന്നവര്, ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും മെയിൻ ആയിട്ട്. നമ്മള് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഭണ്ഡാരത്തില് നേർച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും. ചെറുപ്പത്തിലേ പറഞ്ഞിട്ടില്ലേ, എല്ലാവരും കേട്ടിട്ടുള്ള ലൈ അല്ലേ അത്? നമ്മള് പോയി ആഗ്രഹം വിചാരിച്ച് ഭണ്ഡാരത്തിലൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ നമ്മൾ എഫേർട്ട് എടുത്താൽ മാത്രമല്ലേ നടക്കുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഭണ്ഡാരത്തിൽ പോയിട്ടോന്ന് മാത്രം നമ്മൾ ഒരു എക്സാമിന് പാസ്സാകുമോ? ഇല്ലാട്ടാ.
ഞാനും വിട്ടിട്ടൊക്കെ ഉണ്ട്. 10th എന്നെ എക്സാമിന് പാസ്സാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഭണ്ണാരത്തിലൊക്കെ പോയി കുറെ പോയിട്ടുണ്ട്. പിന്നെ മനസ്സിലായത് അച്ഛൻ ഭണ്ണാരത്തിൽ നിന്ന് കമ്മിറ്റിക്കാര് ഇതെടുക്കുമല്ലോ, പൈസ എടുത്തിട്ട് ബസ് കാശിന് വേണ്ടിയിട്ട് എനിക്ക് അച്ഛൻ കോയിൻ എടുത്തു തന്നു. ഞാൻ അച്ഛനോട് ഞാൻ ചോദിച്ചു കോയിൻ എവിടെ നിന്നാണ് കിട്ടിയത്. അച്ഛൻ പറഞ്ഞു ഇത് ഭണ്ണാരം പൊട്ടിച്ച് അപ്പൊ കിട്ടിയ പൈസയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു ഈ ഭണ്ണാരത്തിൽ നിന്നുള്ള പൈസ ദൈവത്തിനല്ലേ നമുക്ക് കൊടുത്തത്, എന്തുകൊണ്ടാണ് അവര് കിട്ടുകയെന്ന് ചോദിച്ചു. ആ ദൈവത്തിന് കൊടുക്കാൻ പൈസയൊക്കെയാണ് ഈ കമ്മിറ്റിക്കാരൊക്കെ എടുത്ത് അമ്പലത്തിന്റെ ആവശ്യത്തിനൊക്കെ ചെലവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കോയിൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇതിനെ വെറുതെ കമ്മിറ്റിക്കാർക്ക് വേണ്ടിയിട്ട് ഭണ്ണാരത്തിൽ കൊണ്ടുവന്ന് കോയിൻ ഇടുന്നത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് ആരോട് പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് എന്റെ പോളിസി. അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. സ്പിരിച്വൽ ലൈഫ് such deviation starts in childhood and it's also appear in adulthood. നമ്മൾ ചെറുപ്പത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അഡൾട്ട്ഹുഡിലും ഇത് കാണാറുണ്ട്. when you accept your deviation as if they were the part of your personality. നിങ്ങൾ ഈ ഒരു ഡീവിയേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറും. you live by your deviation rather than revealing the true nature. നിങ്ങളുടെ ട്രൂ നേച്ചർ റിവീൽ ചെയ്യാതെ തന്നെ ഈ ഒരു ഡീവിയേഷനിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ജീവിച്ചു പോകേണ്ടതായിട്ട് വരും. ഇതാണ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ലൈഫ് ആയിരുന്നു. 4 ലൈഫ് കൂടി പറഞ്ഞു. ഡിഫൻസ് ലൈഫ് എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തു എന്ന് പറയുന്നു. സോഷ്യൽ ലൈഫ് നമ്മളൊരു കാര്യം ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, അവർക്ക് വിഷമാണുള്ള എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമായി എന്ന് പറയുന്നു. ഫാന്റസി ലൈഫ് ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഫാന്റസി ആയിട്ട് പറയുന്നു. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ആത്മീകമായിട്ടുള്ള നുണകൾ നമ്മളോട് നമ്മുടെ പാരന്റ്സ് പറഞ്ഞത് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയുന്നു. അങ്ങനെ കൈമാറ്റം കിട്ടുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ്. ഡീവിയേഷൻ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് പറയുന്നത്, നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീവിയേഷൻ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. വർക്ക് ചെയ്യിക്കുന്നതിലൂടെ ഒരു കുട്ടീനെ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ഇങ്ങനെ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റുമ്പോൾ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറുന്ന ആ കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മുടെ ക്ലാസ്സിലെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും ഡീവിയേറ്റഡ് ആയിരിക്കും. നമ്മൾ അവരെ കൊണ്ട് വർക്ക് ചെയ്യിച്ച് പ്രാക്ടീസ് ചെയ്യിക്കുന്നതിലൂടെ അവർക്ക് കോൺസെൻട്രേഷനും ലവ് ഓഫ് സൈലൻസ്, പേഷ്യൻസ്, ഒബീഡിയൻസ്, ഡിസിപ്ലിൻ ഒക്കെ അവരെ അക്യൂർ ചെയ്യണം. അതുവഴി അവർക്ക് എന്തൊരു ക്വാളിറ്റി കൂടി അക്യൂർ ചെയ്യുന്നുണ്ട്, അവര് ഭയങ്കരമായിട്ട് ഒത്തൊരുമയുള്ള, നല്ല പേഷ്യൻസ് ഉള്ള, നല്ല ഷെയറിങ് മെന്റാലിറ്റി ഉള്ള കുട്ടികളായിട്ട് മാറും. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കൂട്ടമായിട്ട് പറയുന്ന പേരാണ് നോർമലൈസ്ഡ് ചൈൽഡ്. ഓക്കെ, ഓർ എന്താ പറയാ, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് എന്ന് പറയും. എന്താ പറയുന്നത്, നോർമലൈസ്ഡ് കുട്ടികളുടെ ഒരു കൂട്ടത്തെ പറയുന്ന പേരാണ് എന്ത്, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് എന്ന് പറയും. അത് കൂടാതെ വേറൊരു പേര് കൂടി പറയും, എന്താണ്, സൊസൈറ്റി ഓഫ് കൊഹീഷൻ. എന്താണ് പറയുന്ന പേര്, സൊസൈറ്റി ഓഫ് കൊഹീഷൻ. അതാണ് യൂണിറ്റ് 6. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ യൂണിറ്റ് 6 ആണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു.